ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ സർദീസിലെ സഭയ്ക്കുള്ള ദൂത് പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമുക്ക് ഫിലദെൽഫിയ സഭയ്ക്കുള്ള ദൂത് പഠിക്കാം. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഫിലദെൽഫിയ സഭയ്ക്ക്. ഫിലദെൽഫിയ സഹോദര സ്നേഹമെന്നാണ് ഈ പേരിനർത്ഥം. BC 159-138 കാലത്ത് പെർഗമൻ രാജ്യം ഭരിച്ചിരുന്ന അറ്റാലസ് രണ്ടാമൻ തൻ്റെ സഹോദരൻ്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ച് നാമകരണം ചെയ്ത പട്ടണമായിരുന്നു ഫിലദെൽഫിയ. ഏഷ്യ മൈനറിൽ സർദീസിൽ നിന്ന് 45 കിലോമീറ്റർ തെക്ക് കിഴക്കായി ഹെർമസ് താഴ്വരയിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത്. കൂടെ കൂടെ ഭൂകമ്പം ഉണ്ടാകാറുണ്ടായിരുന്നത് കൊണ്ടാകാം ഇവിടെ ജനവാസം വളരെ കുറവായിരുന്നു. എങ്കിലും വാണിജ്യപരമായി വളരെയധികം വളർന്നിരുന്ന ഒരു പട്ടണമായിരുന്നു ഫിലദെൽഫിയ. അനേക ഗ്രീക്ക് ജനത ഇവിടെ കുടിയേറി പാർത്തിരുന്നതിനാൽ ഗ്രീക്ക് ഭാഷയുടെ സ്വാധീനം വളരെ ഉണ്ടായിരുന്നു. ധാരാളം യഹൂദന്മാരും ഇവിടെ പാർത്തിരുന്നു. ചക്രവർത്തി ആരാധന ഇവിടെയും നിലവിലിരുന്നു. ക്രിസ്ത്യാനികൾ ഇവിടെ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ഏഷ്യ മൈനറിലെ മറ്റു സഭകൾ രൂപം കൊണ്ടതുപോലെ ഇവിടെയും സഭയുണ്ടായി എന്ന് കരുതപ്പെടുന്നു. നമുക്ക് ദൂതിലേക്ക് കടക്കാം. 7-ാം വാക്യം മുതൽ. 7-ാം വാക്യം. ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. സഭയുടെ ദൂതൻ ഫിലദെൽഫിയ സഭയിലെ ശുശ്രൂഷകനാണ് ഈ ദൂത് കർത്താവ് നൽകുന്നത്. കർത്താവ് സ്വയം വിശേഷിപ്പിക്കുന്നത് വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ എന്നാണ്. നമ്മുടെ കർത്താവ് വിശുദ്ധനും സത്യവാനുമാണ്. വിശുദ്ധൻ ദൈവവചനത്തിൽ വിശുദ്ധൻ എന്നാൽ വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. വിശുദ്ധം എന്ന പദത്തിന് വിപരീത പദമായി സാമാന്യം എന്ന പദമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് 1 ശമൂവേൽ 21-4 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതിന് പുരോഹിതൻ ദാവീദിനോട്, വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല. ബാല്യക്കാർ സ്ത്രീകളോട് അകന്നിരിക്കുന്നുവെങ്കിൽ തരാമെന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ കർത്താവ് സ്വയം വിശേഷിപ്പിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അശുദ്ധിയില്ലാത്തവൻ അല്ലെങ്കിൽ പരിശുദ്ധൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഹി ദാറ്റ് ഈസ് ഹോളി എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സത്യവാൻ, സത്യമുള്ളവൻ അല്ലെങ്കിൽ സത്യം പറയുന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം. എന്നാൽ ഇവിടെ സത്യം തന്നെ ആയവൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഹി ദാറ്റ് ഈസ് ട്രൂ എന്നാണ് പരിഭാഷ. യോഹന്നാൻ 14:6 കർത്താവ് തന്നെ പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നാണല്ലോ. ദാവീദിന്റെ താക്കോലുള്ളവൻ. താക്കോൽ അധികാരത്തെ കാണിക്കുന്നുവെന്ന് 1-ാം അധ്യായം 18-ാം വാക്യം പഠിച്ചപ്പോൾ നാം മനസ്സിലാക്കിയതാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ. യെശയ്യാ 22-ാം വാക്യത്തിൽ തന്നെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണ് കർത്താവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആ വാക്യം വായിക്കാം. യെശയ്യാ 22:22. ഞാൻ ദാവീദിന്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് ദൂതൻ മറിയോട് പറഞ്ഞ വാക്കുകൾ കൂടെ നമുക്ക് നോക്കാം. ലൂക്കോസ് 1-ാം അധ്യായം 32-ാം വാക്യം. അവൻ വലിയവനാകും, അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ഞാൻ ദാവീദിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും എന്ന് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തെങ്കിൽ അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കുമെന്ന് ദൂതൻ മുഖാന്തരം അരുളി ചെയ്യുന്നു.
രണ്ടും ഒരേ കാര്യം തന്നെയാണ് ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. അതായത് ദാവീദിൻ്റെ അധികാരം അവന് കൊടുക്കുമെന്ന്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രാജാവായി അവനെ വാഴിക്കുമെന്ന്. യെശയ്യായിലൂടെ ദൈവം നൽകിയ ഈ പ്രവചനം, ദൂതൻ മുഖാന്തരം മറിയത്തിന് നൽകിയ ഈ വാഗ്ദത്തം നിറവേറിയോ? അതോ ചിലർ പറയുന്നത് പോലെ സഭ എടുക്കപ്പെട്ടതിന് ശേഷം അധർമ്മമൂർത്തിയുടെ 7 വർഷക്കാലത്തെ ഭരണം കഴിയുന്നതോടെ കർത്താവ് സകല വിശുദ്ധന്മാരുമായി ഭൂമിയിൽ വന്ന് തൻ്റെ രാജ്യം സ്ഥാപിച്ച് 1000 വർഷം രാജാവായി വാഴുവാൻ തുടങ്ങുമ്പോൾ ഈ പ്രവചനങ്ങളൊക്കെ നിറവേറുമെന്നാണ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വാക്യത്തിൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പറഞ്ഞത് പോഷ്കായിരിക്കുമോ? ഈ പഠനത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡിൽ, അതായത് വെളിപ്പാട് പുസ്തക പഠനം പാർട്ട് 4-ൽ യേശുക്രിസ്തു ഇപ്പോൾ രാജാവോ എന്ന വിഷയം ചർച്ച ചെയ്തപ്പോൾ അവനിപ്പോൾ രാജാവും മഹാപുരോഹിതനുമായി സ്വർഗസിംഹാസനത്തിലിരുന്ന് വാഴുകയാണെന്ന് അനേക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടതാണ്. അത് കേൾക്കാത്തവർ ഒന്ന് കേൾക്കുന്നത് പ്രയോജനകരമായിരിക്കുമെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് മടങ്ങി വരാം. ദാവീദിൻ്റെ താക്കോലുള്ളവനായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ, സഭയുടെ രാജാവായ കർത്താവായ യേശു ക്രിസ്തുവിന് സഭയുടെ മേലുള്ള പൂർണ്ണ അധികാരത്തെ കാണിക്കുന്നതാണ് ഈ വാക്കുകൾ. 8-ാം വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. കർത്താവ് സഭയുടെ ചെറുതും വലുതുമായ എല്ലാ പ്രവൃത്തിയും അറിയുന്നു. നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ ചില സാധ്യതകൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഒരുക്കുക എന്ന് മനസ്സിലാക്കാം. സഭയ്ക്ക് വേണ്ടി കർത്താവ് തുറക്കുന്ന ചില വാതിലുകൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത് വിശ്വാസത്തിൻ്റെ വാതിൽ, അപ്പോസ്തല പ്രവൃത്തി 14-27 വാക്യം. രണ്ടാമത്തേത് വചനത്തിൻ്റെ വാതിൽ, കൊലോസ്യർ 4-3 വാക്യം. മൂന്നാമത്തേത് കർത്താവിൻ്റെ പ്രവൃത്തിക്കായുള്ള വാതിൽ, 2 കൊരിന്ത്യർ 2:12, 1 കൊരിന്ത്യർ 16:9. അതാർക്കും അടച്ചുകൂടാ. കർത്താവ് സഭയ്ക്കായി ഒരുക്കുന്ന അവസരങ്ങൾ തകർത്ത് കളയുവാൻ ആർക്കും കഴിയില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. കൂടെ ഭൂകമ്പം ഉണ്ടാകാറുള്ള പ്രദേശമായിരുന്നതിനാൽ ഫിലദൽഫിയ പട്ടണത്തിൽ ജനവാസം വളരെ കുറവായിരുന്നുവെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് സ്വാഭാവികമായും സഭയിലും അംഗസംഖ്യ കുറവായിരിക്കും. അംഗബലം കുറവാണെങ്കിൽ ധനശേഷിയും കുറവായിരിക്കുമല്ലോ. ഇങ്ങനെ ഫിലദൽഫിയ സഭയ്ക്ക് ശക്തി കുറവാണെങ്കിലും ദൈവവചനപ്രകാരം അവരുടെ ജീവിതം ക്രമീകരിക്കുവാനും കർത്താവിൻ്റെ നാമം മുറുകെ പിടിക്കുവാനും അവർ ഉത്സാഹിച്ചിരുന്നു. 9-ാം വാക്യം, യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാനും സംഗതി വരുത്തും. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന സാത്താൻ്റെ പള്ളിക്കാർ സ്മുർണ്ണ സഭയെ ദുഷിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള യഹൂദന്മാർ ഇവിടെയും ഉണ്ടായിരുന്നു. അവർ ചിലർ സഭയിലേക്ക് കടന്നു വരാൻ പോകുന്നു. കർത്താവ് സഭയ്ക്കായി തുറന്നിരിക്കുന്ന വാതിൽ ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുവാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാനും സംഗതി വരുത്തും. അവർ വെറുതെയല്ല സഭയിലേക്ക് കടന്നു വരുന്നത്. ഇതുവരെ അവർ കർത്താവിനെ അറിയാതെ, കർത്താവിൻ്റെ സഭയെ അറിയാതെ പല വിധത്തിലും സഭയെയും സഭയുടെ നാഥനായ ക്രിസ്തുവിനെയും ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും ചെയ്ത എല്ലാ തെറ്റിൽ നിന്നും പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് സഭയോട് അനുരഞ്ജനപ്പെട്ടുവാനും അവരോട് കൂട്ടായ്മ ആചരിച്ചു പോകുവാനുമാണ് അവർ കടന്നു വരുന്നത്. മാത്രമല്ല, കർത്താവ് സഭയെയാണ് സ്നേഹിക്കുന്നതെന്ന് അവർ അറിയുവാൻ ഇടയാക്കുകയും ചെയ്യും. ഇതുവരെ ഞങ്ങളാണ് ദൈവത്തിൻ്റെ മക്കളെന്നും
സ്വന്തം ജനമെന്ന് പറഞ്ഞ് സ്വയം പ്രശംസിച്ചിരുന്നവരാണ് യഹൂദന്മാർ. 10-ാം വാക്യം, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം. കഷ്ടത സഹിക്കണമെന്നത് കർത്താവിൻ്റെ വചനമാണ്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള അനേക വചനങ്ങൾ കർത്താവും അപ്പസ്വലന്മാരും നമുക്ക് നൽകിയിട്ടുണ്ട്. യോഹന്നാൻ 16:33 ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ വചനം നാം മിക്കപ്പോഴും കേൾക്കുന്നതാണല്ലോ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള ചില വചനങ്ങൾ ഞാൻ വായിക്കാം. 1 തെസ്സലോനിക്കർ 3:3 കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. 2 തിമോത്തിയോസ് 3:12 എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. ലൂക്ക 14:26-27 വാക്യങ്ങൾ. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പഴിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോസ്തലപ്രവൃത്തി 14:22, റോമാലേഖനം 8:17-18, 2 കൊരിന്ത്യർ 4:17 ഇങ്ങനെ അനേക വാക്യങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. എബ്രായർ 10:35-36 വാക്യങ്ങൾ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇങ്ങനെ സഹിഷ്ണുതയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വചനം കാത്തുകൊണ്ട് പ്രത്യാശയോടെ വാഗ്ദത്തം പ്രാപിപ്പാൻ ഫിലദൽഫിയ സഭ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്നാണ്. ഭൂതലത്തിലെങ്ങും വരുവാനുള്ള ഈ പരീക്ഷാകാലം ഏതാണ്? സമാന്തരമായ മറ്റൊരു വേദഭാഗം കൂടെ നമുക്ക് നോക്കാം. ലൂക്കോസിന് സുവിശേഷം 21-ാം അധ്യായം 34-35 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും പാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ഇത് തന്നെയല്ലേ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലമെന്ന് കർത്താവ് ഫിലദൽഫിയ സഭയോട് പറഞ്ഞത്. ആ പരീക്ഷാകാലം ഏതാണെന്ന് നോക്കാം. ലൂക്കോസിന് സുവിശേഷം 21-ാം അധ്യായം 25-27 വരെ വാക്യങ്ങൾ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടെ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു പോകുവാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ വേഗത്തിൽ വരുന്നത് അവർ കാണും. ഇതിന് സമാനമായ 2-3 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-29-30 വാക്യങ്ങൾ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് കാണും. മർക്കോസിൻ്റെ 13:24-26 വരെ. എങ്കിലോ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടു പോവുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. കർത്താവിൻ്റെ 2ാം വരവിനോടനുബന്ധിച്ച് ഭൂതലത്തിലെങ്ങും സംഭവിക്കുന്ന അതിഭീകരമായ അവസ്ഥയാണിത്. സമാനമായ സംഭവങ്ങൾ തിരുവചനത്തിൽ അനേക ഇടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഠിക്കുന്നവർക്ക് വേണ്ടി ചില റെഫറൻസുകൾ മാത്രം സ്ക്രീനിൽ എഴുതുന്നു. യെശയ്യാ 24:17-20 വരെ, വെളിപ്പാട്
6:12 മുതൽ 16 വരെ, 16:18 മുതൽ 21 വരെ, 2 പത്രോസ് 3:10 വാക്യം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വചനം കാത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ഭൂതലത്തിലെങ്ങും വരുവാനുള്ള അതിഭീകരമായ ഈ പരീക്ഷാകാലത്ത് കാക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. യെശയ്യാപ്രവാചകൻ അതിഭയാനകമായ ഈ ദിനത്തെ ആത്മാവിൽ ദർശിച്ച് വിളിച്ചു പറഞ്ഞത് ഞാൻ വായിക്കാം. യെശയ്യാ 26:20-21 വാക്യങ്ങൾ. എൻ്റെ ജനമേ, വന്ന് നിൻ്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നു പോകുവോളും അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കാം. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്ത് നിന്നിതാ വരുന്നു. ഭൂമി താൻ കുറിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടി വയ്ക്കുകയുമില്ല. 11 വാക്യം. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഫിലദെൽഫ്യ സഭയിൽ ആൾപ്പെരുപ്പമോ അർത്ഥബലമോ ഒന്നുമില്ലെങ്കിലും അവർ സഹിഷ്ണുതയോടെ ദൈവവചനം കാത്ത് കർത്താവിൻ്റെ നാമം നിഷേധിക്കാതെ പ്രത്യാശയോടെ ജീവിക്കുന്നവരായിരുന്നു. സഭയ്ക്കുള്ളത് പിടിച്ചുകൊള്ളാതെ ഇരുന്നാൽ, അല്ലെങ്കിൽ സഭയുടെ ഇപ്പോഴുള്ള ആത്മീയ നിലവാരത്തിൽ നിന്നും പിന്നോക്കം പോയാൽ അവർക്കുള്ള കിരീടം നഷ്ടമാകുമെന്ന് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നു. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവനൊരിക്കലും അവിടെ നിന്നും പോവുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവനൊരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. ജയിക്കുന്നവൻ, നമ്മൾ നേരത്തെ ഇത് കണ്ടതാണ്. ലോക മോഹങ്ങളെ ജയിച്ച് നിത്യതയിൽ എത്തിച്ചേരുന്ന ഓരോ വിശുദ്ധരും ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. സഭയുടെ തൂണുകളെക്കുറിച്ച് ഗലാത്യർ 2:9 നാം കാണുന്നുണ്ട്. എനിക്ക് ലഭിച്ച കൃപയറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർണ്ണബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് മാത്രം അവർ ഞങ്ങളോട് പറഞ്ഞു. ആദിമസഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠ അപ്പസ്തോലന്മാരായിരുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരായിരുന്നു. ഒരു ഭവനത്തെ വീണുപോകാതെ സ്ഥിരമായി താങ്ങി നിർത്തുന്നത് അതിൻ്റെ തൂണുകളാണ്. ലോകത്തെയും അതിൻ്റെ മോഹങ്ങളെയും ജയിച്ച് നിത്യതയിലെത്തുന്ന വിശുദ്ധന്മാരെ പുതിയ യെരൂശലേമിൽ ഇളക്കമില്ലാതെ എന്നെന്നും ദൈവത്തോടൊപ്പം വസിക്കുമാറാക്കുമെന്ന് കർത്താവ് സഭയ്ക്ക് വാഗ്ദത്തം നൽകുന്നു. മാത്രമല്ല 3 നാമങ്ങൾ അവൻ്റെ മേൽ എഴുതുമെന്നും കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഒരു വസ്തുവിൻ്റെ മേൽ എഴുതുന്ന നാമം അതിൻ്റെ ഉടമസ്ഥാവകാശത്തെയാണ് കാണിക്കുന്നത്. 3 നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് എൻ്റെ ദൈവത്തിൻ്റെ നാമം. കർത്താവാണ് സഭയോടിത് പറയുന്നത്. കർത്താവിൻ്റെ ദൈവം ആര്? ഞാനൊരു വാക്യം വായിക്കാം. യോഹന്നാൻ 20:17 വാക്യം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് അവൻ്റെ കല്ലറക്കൽ വെച്ച് മഗ്ദലക്കാരത്തെ മറിയോട് പറഞ്ഞ വാക്കുകളാണിത്. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആരെയാണോ സ്വർഗസ്ഥ പിതാവ് എന്ന് വിളിക്കുന്നത്, ആ പിതാവ് തന്നെയാണ് നമ്മുടെ കർത്താവിൻ്റെ പിതാവ്. നമ്മൾ ആരെയാണോ ദൈവമേ എന്ന് വിളിക്കുന്നത്, ആ ദൈവം തന്നെയാണ് നമ്മുടെ കർത്താവിൻ്റെ ദൈവവും. ആ ദൈവത്തിൻ്റെ നാമമാണ് ജയിക്കുന്നവൻ്റെ മേൽ എഴുതുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ നാമം യഹോവ എന്ന നാമമാണെന്ന് നമുക്കറിയാം. രണ്ടാമത്തേത്, എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൻ്റെ നാമം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ വിശുദ്ധ നഗരത്തെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം
2 വാക്യത്തിൽ നമുക്ക് കാണാം. വെളിപ്പാട് 21:2. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. ജയം പ്രാപിച്ച് നിത്യയിലെത്തുന്ന വിശുദ്ധൻ്റെ മേൽ എഴുതുന്ന 2ാമത്തെ നാമം പുതിയ യെരുശലേം എന്നായിരിക്കും. 3ാമത്തേത് എൻ്റെ പുതിയ നാമം, അതായത് കർത്താവിൻ്റെ പുതിയ നാമം. പെർഗമോസിലെ സഭകൾ ദൂത് പഠിച്ചപ്പോൾ ജയം പ്രാപിക്കുന്ന വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നവനല്ലാതെ മറ്റാർക്കും അറിയില്ലാത്തതും വെള്ളക്കല്ലിൽ എഴുതിയിരിക്കുന്നതുമായ പുതിയൊരു നാമം ലഭിക്കുമെന്ന് നമ്മൾ കണ്ടു. അതുപോലെ നിത്യതയിൽ നമ്മുടെ കർത്താവിനും പുതിയൊരു നാമം ഉണ്ടായിരിക്കും. വെളിപ്പാട് 19:12 വാക്യത്തിൽ നമുക്കത് കാണാം. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അതവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന പുതിയ നാമം പോലെ തന്നെ കർത്താവിൻ്റെ പുതിയ നാമവും അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാത്തതായിരിക്കും. ഈ 3 നാമത്തിലുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവകാശങ്ങളും ജയിക്കുന്ന ഓരോരുത്തരും വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ് കർത്താവ് ഇവിടെ. 13ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാ സഭകൾക്കുമായി നൽകിയിരിക്കുന്ന ഈ ദൂത് ഏറ്റെടുക്കുവാൻ ഓരോ വിശ്വാസിയെയും കർത്താവ് ആഹ്വാനം ചെയ്യുന്നു. സ്മുർണ്ണ സഭയെപ്പോലെ തന്നെ കർത്താവ് ഒരു കുറ്റവും പറയാത്ത സഭയാണ് ഇതും. സ്മുർണ്ണ, ഫിലദൽഫ്യ സഭകളിലെ വിശ്വാസികളെ പോലെ കഷ്ടങ്ങളുടെ നടുവിലും ദാരിദ്ര്യത്തിലും പരിഹാസികളുടെ നടുവിലും ദൈവവചനത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തിലും പ്രത്യാശയിലും സഹിഷ്ണുതയിലും നിലനിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.